സിബി സത്യൻ ഏറ്റവും ഒടുവിൽ പുറത്തുവന്ന എക്സിറ്റ് പോൾ ടുഡേസ് ചാണക്യയുടെ കണക്ക് പ്രകാരം ബി.ജെ.പി 11 സീറ്റുകൾ വരെ നേടാം. 7 അവർ പറയുന്നത്. 11 സീറ്റുകൾ വരെ നേടാം. അതല്ലെങ്കിൽ അത് 3 കുറയുകയും ചെയ്യാം. പക്ഷേ ഇത്തരത്തിലുള്ള കണക്കുകൾ വരുമ്പോൾ അത് പൊരുത്തക്കേടിന്റെ സൂചനയാണോ നൽകുന്നത്? അതായത് തൂക്ക് സഭ വരും എന്നുള്ള രീതിയിലുള്ള കണക്കുകൾ ഒന്നുകിൽ ഭരണമാറ്റം അല്ലെങ്കിൽ തൂക്ക് സഭ ഇങ്ങനെയായിരിക്കുമോ? അതിൽ തൂക്ക് സഭയാണെങ്കിൽ അവിടെ ബി.ജെ.പി ഒരു ശക്തിയായിട്ടുണ്ടാകും. ഇത്തരത്തിലുള്ള വിലയിരുത്തലുകൾ താങ്കൾക്കുണ്ടോ? മഞ്ജുഷെ, 11 സീറ്റുകൾ ബി.ജെ.പിക്ക് നേടാൻ കഴിയുമെന്ന് ബി.ജെ.പി പോലും വിശ്വസിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ബി.ജെ.പിയുടെ ഏറ്റവും സജീവമായ ബി.ജെ.പി പ്രവർത്തകരോട് സംസാരിച്ചാലോ നേതാക്കളോട് സംസാരിച്ചാലോ ഒന്നും 11 സീറ്റ് പോയിട്ട് അതിന്റെ 7 അയലത്ത് പോലും എത്തുന്ന ഒരു പ്രഡിക്ഷൻ അവരാരും നടത്തുന്നില്ല. അവരുടെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്നത് 5 സീറ്റുകൾ വരെ നേടാൻ കഴിഞ്ഞാൽ അതൊരു വലിയ നേട്ടമാണ് എന്നുള്ള തരത്തിലാണ്. കാരണം അതിനപ്പുറത്തേക്ക് നിലവിൽ സ്കോപ്പില്ല. നിലവിൽ ഇപ്പൊ ഏറ്റവും നല്ല ടൈറ്റ് ഫൈറ്റ് നടക്കുന്ന മൂന്ന് മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ നമ്മളുടെ കഴക്കൂട്ടം, നേമം, വട്ടിയൂർക്കാവ് എന്നീ തിരുവനന്തപുരത്തെ 3 മണ്ഡലങ്ങളും, പിന്നെ മഞ്ചേശ്വരം, പാലക്കാട്, പിന്നെ വേണമെങ്കിൽ നമുക്ക് തൃശ്ശൂർ കൂടി ചേർക്കാം എന്ന ഒരവസ്ഥയിലാണ്. 6 എണ്ണം വേണമെങ്കിൽ. കാസർഗോഡാണ് കൂടുതലും പറയുന്നത്. കാസർഗോഡ് അവർ പറയുന്നുണ്ട്, വട്ടിയൂർക്കാവ് അത്ര കണ്ട് പറയുന്നുമില്ല. അപ്പൊ ഇതിനകത്ത് തൃശ്ശൂർ പോലുള്ള മണ്ഡലങ്ങളിൽ അവിടുന്നുള്ള സ്ഥിതിവിവര കണക്കുകൾ വെച്ചിട്ട് നോക്കുമ്പോൾ ഒരു കാരണവശാലും ബി.ജെ.പി ജയിക്കാനുള്ള സാധ്യത തീരെ കുറവാണെന്നാണ് മനസ്സിലാക്കുന്നത്. താങ്കളുടെ ജില്ലയായ കൊല്ലത്തെ അവിടെ ചാത്തന്നൂരിന്റെ കാര്യം പറയുന്നുണ്ട്. ചാത്തന്നൂരിലൊന്നും ഒരു കാരണവശാലും ബി.ജെ.പി ജയിക്കുമെന്ന് കൊല്ലത്തെ നേതൃത്വം പോലും പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഒരു തവണ ഒരു ഡിസ്റ്റന്റ് സെക്കൻഡ് വന്നതിന്റെ ഒരു സന്തോഷം ബി.ജെ.പിക്ക് ഉണ്ട് എന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ അവിടെ വിജയിക്കാനുള്ള ഒരു സാധ്യതയൊന്നും തീരെ കാണുന്നില്ല. ഇവിടെ നമ്മൾ നോക്കുന്നത് വട്ടിയൂർക്കാവിൽ പോലും അത്ര ഒരു കടുത്ത മത്സരം, അതായത് ബി.ജെ.പിയുടെ നേതൃത്വം പോലും വട്ടിയൂർക്കാവും അത്ര ശക്തമായിട്ട് പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ ഒബ്വിയസ്ലി നേമം, കഴക്കൂട്ടം ഈ 2 മണ്ഡലങ്ങളാണ് അവരുടെ ഏറ്റവും ഉയർന്ന പ്രതീക്ഷ. മഞ്ചേശ്വരത്തെ കേസെടുത്ത് കഴിഞ്ഞാൽ മഞ്ചേശ്വരത്ത് ഒരു സാധ്യത ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഒരു 12,000-ഓളം ഈ മുസ്ലിം ലീഗ് KMCയുടെ ആൾക്കാര് ഗൾഫിൽ നിന്നും ഈ കാലയളവിൽ വന്ന് വോട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. ഇത്തവണ ഈ ഗൾഫ് യുദ്ധം കാരണം അത്രയും ആൾക്കാരെ ഇവിടെ എത്തിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. അപ്പൊ അത് ഒരു 10,000 വോട്ടിന്റെയും റിലീഫ് ആ ഒരു തരത്തിൽ അവർക്ക് ലഭിക്കുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. പക്ഷെ അതേപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ന്യൂനപക്ഷ കൺസോൾട്ടേഷൻ മഞ്ചേശ്വരത്ത് ഉണ്ടാവുകയും മറ്റെല്ലാ സ്ഥാനാർത്ഥികളെയും പിൻവലിച്ചിട്ട് എല്ലാവരും കൂടി ഒന്നിച്ച് UDF സ്ഥാനാർത്ഥിക്ക് വോട്ട് കൊടുക്കാനുള്ള ഒരു ന്യൂനപക്ഷ കൺസോൾട്ടേഷൻ മഞ്ചേശ്വരത്ത് ഉണ്ടായത് എത്ര കണ്ട് ശ്രീ സുരേന്ദ്രൻ അടുത്ത സോഴ്സുകളിൽ നിന്ന് അവരോട് സംസാരിക്കുമ്പോൾ പറയുന്നത് അവർ പ്രതീക്ഷിച്ചതുപോലെ അങ്ങനെ ഗൾഫിൽ നിന്ന് വോട്ടേഴ്സ് വരാതിരുന്നിട്ടില്ല എന്നാണ്. കാരണം 1,86,000 വോട്ടുകൾ അവിടെ പോൾ ചെയ്തു. അതിൽ മുസ്ലിം വോട്ടുകൾ വളരെ നിർണായകമാണ്. അത് കൂടുതലുമാണ് പോൾ ചെയ്തത്. അവർ ബി.ജെ.പി പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ പോൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് അവിടെ ഒരു ബി.ജെ.പി കേന്ദ്രങ്ങൾക്ക് ഗൾഫിലെ ഇൻഫ്ലുവൻസിന്റെ കുറവ് കൊണ്ടുണ്ടായ നേട്ടം അവിടെ ഉണ്ടാവില്ല എന്ന് നമുക്ക് കണക്കാക്കാം. അപ്പൊ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം വരുന്നത് എനിക്ക് തോന്നുന്നു വീണ്ടും ഇതൊരു നേമം, കഴക്കൂട്ടം ചോദ്യചിഹ്നമായിട്ട് മാത്രമായിരിക്കും നിലവിൽ ബി.ജെ.പിയുടെ സാധ്യതകൾ ഏറ്റവും കൂടുതൽ. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഒരു സംശയവും വേണ്ട, അതൊരു അന്തർധാരയുടെ ഫലമായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കാരണം നിലവിൽ പാലക്കാട്ടെ സ്ഥാനാർത്ഥി നിർണയം പോലും ഒരു അന്തർധാരയുടെ ഫലമാണ് എന്ന് പൊളിറ്റിക്കൽ വൃത്തങ്ങൾ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഫലമായിട്ടാണെങ്കിൽ പോലും ചിലപ്പോൾ ബി.ജെ.പിക്ക് സീറ്റ് കിട്ടാമെന്നാണോ താങ്കൾ പറയുന്നത്? അതായത് ഒരു 3 സീറ്റിൽ കൂടുതൽ ബി.ജെ.പിക്ക് വരികയാണെങ്കിൽ 0 മുതൽ 3 വരെക്ക് മുകളിലേക്കുള്ള നമ്പറിലേക്ക് ബി.ജെ.പിക്ക് പോവുകയാണെങ്കിൽ അതിനർത്ഥം അവിടെ കൃത്യമായ ഒരു അന്തർധാര ഉണ്ടായി എന്ന് തന്നെയാണ് കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം കൂടി ഞാൻ പറയാം. അങ്ങനെ അന്തർധാര ബി.ജെ.പിക്ക് അനുകൂലമായിട്ടുണ്ടെങ്കിൽ തിരികെയും അന്തർധാര ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഈ മുഴുവൻ എക്സിറ്റ് പോളുകളും പരാജയപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട്. മൂന്നാം ടൈം, അതായത് അത്തരത്തിൽ ബി.ജെ.പിക്ക് അനുകൂലമായ ഒരു അന്തർധാര 4-5 മണ്ഡലങ്ങളിൽ ഇടതുപക്ഷവുമായിട്ടുണ്ടെങ്കിൽ തിരിച്ച് ഇടതുപക്ഷത്തോട് അന്തർധാര കുറെ അധികം മണ്ഡലങ്ങളിൽ ബി.ജെ.പി ചെയ്യുമല്ലോ. കിട്ടാതിരിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ശരിയാണ്. അവിടെ ബി.ജെ.പി ജയിക്കുകയാണെങ്കിൽ ശരിയാണ്. ഇപ്പോൾ മഞ്ചേശ്വരത്ത് ബി.ജെ.പി ജയിക്കുകയാണെങ്കിൽ അവിടെ UDF-നാണ് നഷ്ടം. പാലക്കാട് ജയിക്കുകയാണെങ്കിൽ അവിടെയും UDF-നാണ് നഷ്ടം. ഇനി എങ്ങാനും കാസർഗോഡ് ജയിക്കുകയാണെങ്കിൽ അവിടെയും UDF-നാണ് നഷ്ടം സംഭവിക്കുന്നത്. പക്ഷേ ഇങ്ങോട്ട് വന്ന് നേമത്ത് ജയിക്കുകയാണെങ്കിൽ അവിടെ LDF-നാണ് നഷ്ടം. കഴക്കൂട്ടത്ത് ജയിക്കുകയാണെങ്കിൽ അവിടെ LDF-നാണ് നഷ്ടം. സമാസനം വീതിച്ചു പോവുകയല്ലേ ഉള്ളൂ. അല്ല, മറ്റ് സ്ഥലങ്ങളിൽ ഈ പറഞ്ഞതുപോലെ ചെറിയ വോട്ടിംഗ് ശതമാനത്തിലുണ്ടാകുന്ന ഡിഫറൻസ് മറ്റ് സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുമല്ലോ. ഞാൻ ഈ ബി.ജെ.പിയുടെ ശക്തി കേന്ദ്രങ്ങൾ മാത്രമല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞത് മറ്റ് മണ്ഡലങ്ങൾ 2,000, 5,000, 8,000, 10,000 വരെയുള്ള ഡിഫറൻസ് ഉള്ള മണ്ഡലങ്ങളിൽ
BJPയുടെ ഒരു 1-2% വോട്ട് മറുപക്ഷത്തേക്ക് മറിയുകയാണെങ്കിൽ അപ്പോൾ സ്വാഭാവികമായിട്ട് അത് റിസൾട്ടിനെ ബാധിക്കും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.